എല്ലാ കൊല്ലവും സരസ്വതിയെ കൊണ്ടുവരുന്ന ആന എൻ്റെ മരുമകനായ മൻസൂറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ചാണ് പൂജകൾ കംപ്ലീറ്റ് നടക്കുന്നത്. അത് അവർ സഹകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വളരെ സന്തോഷത്തോടുള്ള ഒരു മതസൗഹാർദ്ദത്തിനെയും ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്ന ഐക്യത്തിൻ്റെയോ പ്രതീകമായിട്ട് കണ്ട് ഞങ്ങൾ അവരോട് വളരെ വളരെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് എല്ലാ വർഷവും വരുന്നത്. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചതിലും വലിയ അഭിമാനമുണ്ട്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്കൊപ്പം എത്തുന്ന ആനയ്ക്ക് സൗകര്യമൊരുക്കുന്നത് മൻസൂറിന്റെ വീട്ടിലാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി ഈ മാനവ സൗഹൃദം തുടർന്നു വരുന്നു. നവരാത്രി ഘോഷയാത്രയ്ക്കൊപ്പം എത്തുന്നവർക്ക് വേണ്ട സൗകര്യമൊരുക്കി സൗഹാർദ്ദം തീർക്കുകയാണ് മൻസൂറും കുടുംബവും. നവരാത്രി ഘോഷയാത്ര ബാലരാമപുരം MC സ്ട്രീറ്റിലെത്തിയാൽ ആനയ്ക്കും കൂടെയുള്ളവർക്കും വിശ്രമമൊരുക്കുന്നത് മൻസൂറിന്റെ വീട്ടിലാണ്. ഏതാണ്ട് 10-15 കൊല്ലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഈ വർഷം വരുന്നത്. തിരിച്ചു പോകുമ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. നമ്മൾ അതില് സന്തോഷിക്കുന്നു, വളരെയധികം സന്തോഷിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ഇതൊക്കെ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. വാപ്പാടെ കാലം പോലും ഇവിടെ തന്നെയാണ് വരുന്നത്. വർഷങ്ങളായിട്ടുള്ള ഇതാണ്. ഇവിടെ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ കുടുംബം ഏറെ ആഘോഷത്തോടു കൂടിയാണ് ഇവരെ സ്വീകരിക്കുന്നതും. പതിറ്റാണ്ടുകളായി ഈ സൗകര്യമൊരുക്കുന്നതിൽ ഭക്തരിലും വലിയ സംതൃപ്തിയാണ്. മാനവ സൗഹാർദ്ദമാണ് ഇതിലൂടെ ഈ കുടുംബം ലക്ഷ്യം വെക്കുന്നതെന്നും ഇവർ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ എത്തിയ ഘോഷയാത്രയ്ക്ക് പതിവ് തെറ്റിക്കാതെയാണ് വീടിൻ്റെ ഗേറ്റ് തുറന്നുകൊടുത്ത് ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള സ്വീകരണമൊരുക്കിയത്. ഒരു പതിറ്റാണ്ട് മുമ്പ് ഘോഷയാത്രയ്ക്കൊപ്പം എത്തിയ ആന വെയിലത്തു നിന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മൻസൂറിൻ്റെ വീട്ടിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ഇന്നേ വരെ ഈ വീട്ടിലാണ് ഘോഷയാത്രയ്ക്കൊപ്പം എത്തുന്ന ആനയ്ക്ക് സൗകര്യമൊരുക്കുന്നതും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇവിടെ 139 വർഷം കൊണ്ട് അവർക്ക് സ്വീകരണം നൽകുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആന ഞങ്ങളുടെ സ്ട്രീറ്റിൽ കയറുമ്പോഴത്തേക്ക് ഒരു ദിവസം ഭയങ്കര ചൂട് കാരണം ആനയ്ക്ക് വെള്ളം ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അയൽവാസിയും സുഹൃത്തും എൻ്റെ മരുമകനുമായ മൻസൂറിൻ്റെ വീട് തുറന്നു കൊടുത്ത് ആനയ്ക്ക് ഓസിൽ വെള്ളം അടിച്ചത്. അതിനുശേഷം എല്ലാ കൊല്ലവും സരസ്വതിയെ കൊണ്ടുവരുന്ന ആന എൻ്റെ മരുമകനായ മൻസൂറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ചാണ് പൂജകൾ കംപ്ലീറ്റ് നടക്കുന്നത്. അത് അവർ സഹകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വളരെ സന്തോഷത്തോടുള്ള ഒരു മതസൗഹാർദ്ദത്തിനെയും ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്ന ഐക്യത്തിൻ്റെയോ പ്രതീകമായിട്ട് കണ്ട് ഞങ്ങൾ അവരോട് വളരെ വളരെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നും മൻസൂറിനെ സംബന്ധിച്ചോളം എല്ലായ്പ്പോഴും ഉണ്ടാവും. അതിൽ മാറ്റമൊന്നുമില്ലെന്ന് നമുക്കറിയാം. മരുമകൻ വിളിക്കുന്ന സൗഹൃദം കൊണ്ടാണ്. മരുമകൻ വിളിക്കുന്ന കാരണം ഈ മൻസൂർ പഠിച്ചത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ ചേച്ചിയാണ് പഠിപ്പിച്ചത്. മൻസൂർ കുഞ്ഞിലെ മാമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നും ഞാൻ അവന് മാമയാണ്, അവൻ എൻ്റെ മരുമകനാണ്. അതുകൊണ്ട് ഈ മൻസൂർ എന്ന വ്യക്തി എന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള ആളെന്ന് വിചാരിക്കുകയും വേണ്ട. മനസ്സെന്നുള്ളത് ഞങ്ങൾ മാമയും മരുമകനുമാണ്. അത് കൃത്യമായിട്ടും അന്ന് ഇന്നും ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ഐക്യവും ഞങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനപരമായിട്ട് ഇന്ന് 10-12 വർഷം കൊണ്ട് സരസ്വതി ദേവി ആനയുടെ പുറത്ത് മൻസൂർ SMA ഖാദറിന്റെ മകൻ മൻസൂർ ബ്ലൂ ലൈറ്റ് മൻസൂറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവസാനം ആനയ്ക്ക് ഓസിട്ട് വെള്ളം ചൂട് തണുപ്പിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ എല്ലാ വർഷവും നടത്തുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ ഞങ്ങൾ അതുപോലെ തന്നെ നടത്തും. ഇതൊരു വലിയൊരു സൗഹാർദ്ദമാണല്ലോ അല്ലേ? അതിന് സംശയം തോന്നുന്നു. അത് തന്നെയാണ്. ഇതൊരു വലിയ സൗഹാർദ്ദം നിങ്ങൾ ആര് രേഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അത് കാണുന്ന ജനങ്ങൾക്കറിയാം, ഇവിടെ ആൾക്കാർക്കറിയാം, ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പുള്ളിക്കാണോ എനിക്കാണോ, അതായത് നമുക്കാണോ, അതൊരു ഒരു വിധി എന്ന് പറയാം. അത് എന്തോ അങ്ങനെ സംഭവിക്കാം. ഒരു ദിവസം ഇങ്ങനെ വെള്ളം അടിക്കേണ്ട സാഹചര്യം വന്നു. മൻസൂറെ ടാങ്കിൽ വെള്ളമുണ്ട്, ഓസിട്ട് ആനയ്ക്ക് വെള്ളം അടിക്കാൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല. അതിനുശേഷം ഗേറ്റ് തുറന്ന് അകത്ത് കയറ്റി ചെയ്ത ആനയെ ഇന്നേ വരെ ഞങ്ങൾ ഇപ്പോഴും അതേ പടി പുറത്ത് നിർത്താതെ അവരെ വീട്ടിന്റെ നടയിൽ ഗേറ്റ് തുറന്ന് അകത്ത് നിർത്തി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആന പോകുന്ന അവിടെ തന്നെ നിൽക്കും, വെള്ളം ഓസടിക്കുന്നു, എല്ലാവരും അവിടെ വരുന്നു, എല്ലാം ചെയ്യുന്നു. അതിന് SMA ഖാദർ സാഹിബ് എൻ്റെ അളിയാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേരും സായിദാക്കായ്ക്കും
മൻസൂറിനും ഇപ്പം വരുന്ന പുതിയ തലമുറ മൻസൂറിന് വരുന്ന ഫാമിലി പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും ഞങ്ങൾ ആദരവും ആ സ്നേഹവും കടപ്പാടും ആ നന്ദിയും എപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും.